എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് 9 ഇഞ്ച് നീളത്തിലും 9 ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് നീളം 9 ഇഞ്ച് വീതി 9 ഇഞ്ച് നീളത്തിലും 9 ഇഞ്ച് വീതിയിലും സ്ക്വയറായിട്ട് ഒരു പേപ്പർ നമുക്ക് വെട്ടിയെടുക്കാം. ആ പേപ്പർ നേരെ നടു വരുന്ന വിധത്തിൽ ഇതിങ്ങനെ മടക്കിയിട്ട് വീണ്ടും അത് ഒന്നുകൂടി മടക്കാം. ഇപ്പം നമ്മളിത് കാണിക്കുന്നത് 36 സൈസ് ബ്രായുടെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അതിനാണ് 36ൻ്റെ 4/1 എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ചാണ് നമ്മൾ ഈ പേപ്പറിൻ്റെ നീളവും വീതിയും എടുത്തിരിക്കുന്നത്. ഇതാണ് ഈ 9 ഇഞ്ച് വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ പേപ്പർ ഇതുപോലെ നിവർത്തിയിടുക. നിവർത്തിയിട്ട് കഴിയുമ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു മടക്ക് പാട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു മടക്ക് പാട് നമുക്ക് മുകളിലേക്കും താഴേക്കും എല്ലാം കിട്ടും. അതിനുശേഷം ഈ ഇവിടെ വരുന്ന മടക്ക് പാടിൻ്റെ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തണം. ഈ മടക്ക് പാടിൻ്റെ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തണം. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്തണം. 1.25. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ആ ഒരു 1.25 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. അതിനുശേഷം ഈ ഈ നമ്മൾ മുകളിൽ വരച്ചിരിക്കുന്ന 1/2 ഇഞ്ച് വരെയും ഈ വരയും തമ്മിൽ യോജിപ്പിക്കണം. ഈ സൈഡും അതുപോലെ തന്നെ ചെയ്യണം. ഇപ്പം ഇങ്ങനൊരു ഷേപ്പാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ 1.25 ഇഞ്ച് കണ്ടിട്ടുണ്ട്. 1.25 ഇഞ്ചിൻ്റെ പകുതി 1.25 ഇഞ്ചിൻ്റെ പകുതി ഒരു ഇത്രം കിട്ടും. അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഇവിടെ ആ 1.25 ഇഞ്ചിൻ്റെ പകുതി ഇവിടെയും അടയാളപ്പെടുത്തണം. 1/2 ഇഞ്ച് കഴിഞ്ഞ് ഒരു പോയിൻറ്റും കൂടെ കിട്ടും. അത് അടയാളപ്പെടുത്തണം. അതിനുശേഷം ഈ ലൈനും ഇവിടെ അടയാളപ്പെടുത്തിയ 1.25 ഇഞ്ചിൻ്റെ പകുതിയും ഈ നടുക്കത്തെ വരയിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ചെയ്യണം. ഈ നടുക്കിലേക്ക്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതുപോലെ ജോയിൻ്റ് ചെയ്യണം. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം ഫ്രണ്ടാണ്. ഒരു വശം ഫ്രണ്ടാണ്, ഒരു വശം ബായ്ക്കാണ്. അത് പ്രത്യേകം നമ്മൾ അടയാളപ്പെടുത്തണം. ഫ്രണ്ട് വശം വരുന്ന ഭാഗം ഒരുമാതിരി നല്ലപോലെ 1/2 ഇഞ്ചോളം എങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കുഴിച്ച് വെട്ടാം. ഇങ്ങനെ ഷേപ്പ് ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കുഴിച്ച് വെട്ടാം. ഇത് ആദ്യത്തെ വര. ഇതും അതുപോലെ ആദ്യത്തെ വരയാണ് ഈ കിടക്കുന്നത്. നമ്മൾ താഴത്തെ വര വരച്ചിരിക്കുന്ന 1.25 ഇഞ്ചിൻ്റെ പകുതിയുടെ അവിടുന്ന് ഇതെങ്ങനെ വരച്ചിട്ട് ഒരു വരയുണ്ട്. ഇത് ഫ്രണ്ട് വശം. ഫ്രണ്ടും ബായ്ക്കും മാറിപ്പോകല്ലേ. ഫ്രണ്ട് വശം നമ്മൾ കുഴിച്ച് വെട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ടും ബായ്ക്കും മാറിപ്പോകരുതെന്ന് പറയുന്നത്. ബായ്ക്കിലേക്ക് വരുന്ന ഭാഗം ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. അതിനുശേഷം ഇതങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഇത് 36 ഇഞ്ച് സൈസ് ബ്രായുടെ കട്ടിങ്ങാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രാ ഇതുപോലെ കട്ട് ചെയ്ത് തയ്ച്ചിട്ടാൽ ഫ്രണ്ട് വശമൊന്നും താന്നു പോകാതിരിക്കും. വൃത്തിയായിട്ടിട്ട് കഴിയുമ്പോൾ നല്ലൊരു വൃത്തിയായിട്ടിരിക്കും. അതിനുശേഷം ഇങ്ങനെ ഒരു പീസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് ഫ്രണ്ട്, ഇത് ബായ്ക്ക്. അതിനുശേഷം ബാക്കി വന്ന ഈ ഭാഗം നമ്മൾ ഈ മടക്കുപാടി കൂടെ തന്നെ രണ്ടായിട്ട് ഇങ്ങനെ അങ്ങ് മടക്കുന്നു. മടക്കിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തണം. ആദ്യം വെട്ടിയത് ഈ നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു 2.5 ഇഞ്ച്, അതിൽ 2.25 ആയാലും മതി. കപ്പ് കൂടുതലനുസരിച്ച് കുഴിവ് വേണ്ടതനുസരിച്ച് 2.5 2.25 എടുക്കുന്നത്. ഇതിന് ഞാനൊരു 2.25 ഇഞ്ചാണ് കുഴിവ് എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്യണം. ഇതുപോലെ ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതിന് ശേഷം ഈ പീസ് എടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. ഇവിടുന്ന് ഇങ്ങനെ എവിടം വരെ ഇതെത്തും അവിടം വരെ നമുക്ക് മതി. ഇവിടെ കൊണ്ട് തീരും. നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നു. അതിന് ശേഷം ഇവിടെ നമുക്ക് ഫ്രണ്ട് വശമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഫ്രണ്ട് വശം വരുന്നിടത്ത് ഈ ഭാഗത്തു നിന്ന് നമ്മൾ 1 ഇഞ്ച് ഉള്ളിലേക്ക് തള്ളി അടയാളപ്പെടുത്തണം.
ഒരു ഇഞ്ച് നമ്മൾ 2 സൈഡും വേണം. ഒരു ഭാഗത്തേക്ക് നമ്മൾ 1 ഇഞ്ച് തള്ളി അടയാളപ്പെടുത്തുന്നു. അവിടുന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തണം. ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച്. അതിനുശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് കയറ്റി ഇവിടെ അടയാളപ്പെടുത്തുന്നത് 3/4 ഇഞ്ച്. 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ ആകാം. അതിനുശേഷം ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കണം. ഈ ഫ്രണ്ട് വശം വരുന്നിടം മാത്രം ഒരു സ്വല്പം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുഴിച്ച് വെട്ടാം. ബാക്ക് വശം വരുന്നിടം വെട്ടല്ല. ഇങ്ങനെ. അതിനുശേഷം ദേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നടുഭാഗം അറിയാനായിട്ട് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ താഴേക്കൊന്നും ഇറക്കുന്നില്ല. ഇവിടുന്ന് ഇതേപടി ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കയറ്റിയൊന്നും വെക്കുന്നില്ല. അവിടെ കയറ്റി വെട്ടിയ പോലെ ഇവിടെ കയറ്റിയൊന്നും വെക്കുന്നില്ല. ഇത് പ്രത്യേകം അടയാളപ്പെടുത്തണം. ഇത് ഫ്രണ്ട് വശമാണ്, ഇത് ബാക്ക് വശമാണ്. യോജിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഇത് തമ്മിൽ ഇങ്ങനെ കറക്റ്റ് വെച്ചതുകൊണ്ട് നല്ലൊരു കപ്പ് കിട്ടും. മാറിയൊന്നും പോയില്ല. ഉണ്ടോ? അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് നേറ്റിയിടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ തയ്ക്കുന്നത്. അത് ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ അങ്ങനെ ഇച്ചിരി ബാലൻസ് വല്ലതും വന്നെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ ഫ്രണ്ട് വശം ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ആണെങ്കിലും അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചും കൂടെ നമ്മളിങ്ങനെ ചെരിച്ച് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ശകലം. ഇനി ഇത് തയ്ക്കുന്ന വീഡിയോ കണ്ടിട്ട് മാത്രമേ ഇത് തയ്ച്ചെടുക്കാവുള്ളൂ. ആ തയ്ക്കുന്നതിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ തയ്ക്കുന്നത് അതുപോലെ പറയുന്ന പോലെ തയ്ച്ചെടുത്തെങ്കിൽ മാത്രമേ ഈ ബ്രായെ ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ. കട്ടിങ് കണ്ടേച്ച് അതേപടി കൊണ്ടുവച്ച് തയ്ക്കരുത്. ഈ ഫ്രണ്ട് വശമൊക്കെ അകന്നു പോകും. 38 സൈസ് ബ്രാ തയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും തയ്ച്ചാൽ മതി 36 സൈസ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് എൻ്റെ സ്ക്രീനായിട്ട് 38 സൈസിൻ്റെ ഇത് കൊടുത്തിരിക്കാം. അത് കണ്ടിട്ട് മാത്രമേ ഇത് തയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ തയ്ക്കുന്നിടത്ത് വ്യത്യാസം വരും. അങ്ങനെ ഇതിൻ്റെ കപ്പ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് വശത്ത് വയ്ക്കാനായിട്ട് ഒരു പടിയാണ് വേണ്ടത്. അപ്പം പടി ഒരു 15 ഇഞ്ച് ഒരു 16 ഇഞ്ച് നീളത്തിൽ നമ്മൾ ആ പടി വെട്ടിയെടുക്കണം. 16 ഇഞ്ച് നീളത്തിൽ 16 ഇഞ്ച് നീളത്തിൽ വെട്ടിയെടുക്കുന്ന പടിക്ക് 4 ഇഞ്ച് വീതി വേണം. 4 ഇഞ്ച് വീതിയിൽ 16 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ പടി വെട്ടിയെടുക്കേണ്ടത്. 16 ഇഞ്ച് നീളത്തിൽ. ഇത് ഫ്രണ്ട് വശത്ത് വയ്ക്കാനുള്ള പടിയാണ്. അതുപോലെ 16 ഇഞ്ച് നീളത്തിൽ തന്നെ ഒരു 2 ഇഞ്ച് വീതിയിൽ 16 ഇഞ്ച് നീളത്തിൽ ഒരു ബെൽറ്റിനായിട്ട് 2 വള്ളി വെട്ടിയെടുക്കണം. ഇത് ഒരെണ്ണം മതി. ഇതുപോലെ 2 എണ്ണം വെട്ടിയെടുക്കണം. അതിനുശേഷം ബാക്ക് പീസാണ് വെട്ടുന്നത്. ബാക്ക് പീസ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് പീസ് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഏകദേശം ഒരു 15 ഇഞ്ച് അടുത്ത് വരും. വലിയ മാറ്റങ്ങളൊന്നും വരികയില്ല. നമുക്ക് 36 ഇഞ്ച് സൈസ് ആണെങ്കിൽ ഏകദേശം ഒരു 34 ഇഞ്ചോളം എങ്കിലും നമ്മുടെ അടിവണ്ണം വേണ്ടി വരും. ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. അത് അളന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അത് അളന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഏകദേശം ഒരു 34 ഇഞ്ചാണ് വരുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്തെ ഈ 15 ഇഞ്ച് കുറയ്ക്കണം. ഫ്രണ്ട് ഭാഗത്തെ 15 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 14 കുറച്ചാൽ മതി. 15 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19.5 ഇഞ്ച് കിട്ടും. 19.5 ഇഞ്ച് കിട്ടുമ്പോൾ അതിൻ്റെ 19.5 ഇഞ്ച് കിട്ടുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കൊളുത്ത് വയ്ക്കാനായിട്ട് ഒരു 2 ഇഞ്ചും അതുപോലെ എലാസ്റ്റിക് വയ്ക്കാനായിട്ട് ഒരു 2 ഇഞ്ചും കുറയ്ക്കാം. അപ്പോൾ പിന്നെ 15.5 ഇഞ്ചേ ഉള്ളൂ. 15.5 ഇഞ്ച് എൻ്റെ കൊടുത്ത് ഒരു അല്പം തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു 17 ഇഞ്ച് വരെ നമുക്ക് ഇതിന് ബാക്ക് പീസിൻ്റെ നീളം എടുക്കാം. അതായത് 8.5 8.75 വരെ എടുക്കാം. അല്പം സ്വല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ശരിയാക്കിയാൽ മതി. വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ കുറയല്ല, കുറഞ്ഞു വന്നാലും അതുപോലെ ചെയ്താൽ മതി. അതിനുശേഷം ഒരു 3.25 ഇഞ്ച് വീതിയിൽ, അതായത് 8.5 നമുക്ക് വേണം. 8.5 8.75 നമ്മൾ പറഞ്ഞു. ആ 8.5 8.75 നമ്മൾ ഇതിന് നീളം എടുക്കുന്നു. ഇവിടെ ഒരു 1.5 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഒരു 3 ഇഞ്ച് മാറ്റി ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3 ഇഞ്ച് വേണ്ട, ഒരു 2.25 ഇഞ്ച് 2.25 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്താം. 3 ഇഞ്ചല്ല, 2.25 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് നമ്മളിവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 3 ഇഞ്ച് ഇവിടെ, 3 ഇഞ്ച് ഇവിടെ, 1.5 ഇഞ്ച്
ഇവിടെ 3.25 ഇഞ്ച് അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ വരുന്ന ഒരു പകുതി എന്ന് പറയുന്ന ഒരു 3 ഇഞ്ച് 3 ഇഞ്ചാണ്. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി ഇങ്ങോട്ട് നീക്കി ഒരു 3.5 ഇഞ്ചിന് അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ നമുക്ക് ഒരു 2.5 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇവിടുന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പല ഷേപ്പ് ചെയ്യാം. ഇത് ഇച്ചിരിയോടെ വേണമെങ്കിൽ ഇങ്ങോട്ട് തള്ളി വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് ഇവിടെ എന്താണേലും അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. എന്നാലും ഏകദേശം ഒരു കണക്കാണ് ഈ കാണിച്ചു തന്നത്. ഇത് ഏകദേശം മതിയാവും. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതിൻ്റെ ഞാൻ വീണ്ടും പറയുകയാണ്, 38 സൈസിൻ്റെ തയ്ക്കുന്ന വീഡിയോ കണ്ടിട്ട് മാത്രമേ ഇത് തയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ തയ്ക്കുമ്പം വ്യത്യാസം വരും. അതുപോലെ നമുക്ക് ഇപ്പം ബെൽറ്റ് വയ്ക്കാനുള്ള 2 പടി, ഫ്രണ്ട് വയ്ക്കാനുള്ള പടി എല്ലാം നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പീസ് നമ്മൾ തുണിയെ വെച്ച് വെട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. തുണിയെ വെച്ച് വെട്ടിയെടുക്കുമ്പോൾ പറയാം, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്കൊരു വരുമാനമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കുവാണെങ്കിൽ ഈ ഭാഗം വരുന്നോടം ഒരു സ്വല്പം ഇതിങ്ങനെ കയറ്റിയിട്ട് ഒരു 1/2 ഇഞ്ചോളം ഒരു 3/4 ഇഞ്ചോളം ഇങ്ങനെ കയറ്റി വേണം കട്ട് ചെയ്ത് വെക്കാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്യണം. ഇവിടെ വെച്ചിട്ട് കയറ്റി വേണം ഇട്ട് കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം തയ്ക്കുന്ന വീഡിയോ എല്ലാം ലാസ്റ്റ് കൊടുത്തേക്കാം. അതെല്ലാം കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് തയ്ച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ അത്യാവശ്യം കൈക്കാശൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് വെട്ടിയെടുക്കണം. ക്രോസ് പീസ് വെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ 38 സൈസിൻ്റെ അകത്ത് ക്രോസ് പീസ് വെട്ടിയെടുക്കുന്നത് ഇട്ടിട്ടുണ്ട്. 38 സൈസ് കട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത്